സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ഒരു വ്യക്തിക്ക് ഭാര്യയെ ലഭിച്ചാൽ രണ്ട് വ്യത്യസ്തമായ നന്മകൾ ലഭിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, ഭാര്യയെ കിട്ടുന്നവന് ഭാര്യ തന്നെ ഒരു നന്മയാണ്. രണ്ട്, യഹോവയോടുള്ള പ്രസാദം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഭാര്യ ഒരു നന്മയാകുന്നത്? മറ്റൊരു വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സ്ത്രീ സ്വന്തം നാടും വീടും ജനങ്ങളും ചാർച്ചക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ഭർത്താവിൻ്റെ ശരിയായ സ്വഭാവം അറിയില്ല, ഭർത്താവിൻ്റെ ജീവിത രീതികൾ അറിയില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരെ ശരിക്കറിയില്ല, അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നറിയില്ല. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് ആ വ്യക്തി, ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുഖം മാത്രം നോക്കി ഇറങ്ങി പുറപ്പെട്ട ഒരു പെൺകുട്ടി. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്, അവൾ ഒരു നന്മയാണ്. തീർത്തും ഭർത്താവിന് അവൾ ഒരു നന്മയാണ് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ, നമുക്ക് തക്കതായൊരു തുണയായി തരുവാൻ ദൈവം നൽകിയിട്ടുള്ള ഭാര്യമാരെ നമ്മൾ അവഗണിക്കരുത്. ഒരിക്കലും അവർ പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷേ നമുക്ക് അവർ പെർഫെക്റ്റ് ആയിരിക്കും. ഒരുപക്ഷെ അവരുടെ സ്വഭാവം പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, നമ്മുടെ ജീവിതത്തിൽ അവർ പെർഫെക്റ്റായ കാര്യങ്ങൾ ചെയ്തു തരുന്നവരാണ്. ആകയാൽ ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നുള്ള വലിയ ചിന്ത ദൈവം നമ്മളെയും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ.